ഇടഞ്ഞ് നിൽക്കുക തന്നെയാണ് ശശി തരൂർ. നിലമ്പൂരിൽ കോൺഗ്രസിന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചോദിക്കാൻ ശശി തരൂർ എത്തില്ല. ശശി തരൂർ എത്തില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇനി കേരളത്തിൽ ശശി തരൂർ എത്തുന്നത് 18-നാണ്. അപ്പോഴേക്കും ഇലക്ഷൻ്റെ ചൂടൊക്കെ കഴിഞ്ഞിരിക്കും. എന്തായാലും വലിയ ഒരു തിരിച്ചടിയാണ് ശശി തരൂറില്ലാതെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശശി തരൂറിനെ അകറ്റി നിർത്തുകയാണ് KPCC. മാത്രമല്ല, മോദിയെ അഭിനന്ദിച്ചതിലൂടെ, ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ മോദിയെ അഭിനന്ദിച്ചതിലൂടെ ശശി തരൂർ കോൺഗ്രസിന് അനഭിമതനായി മാറി. കയ്യാലപ്പുറത്ത തേങ്ങ പോലെയാണ് ശശി തരൂറിന്റെ ഇപ്പോഴത്തെ നിൽപ്പ്. BJPയിലേക്ക് ചേക്കേറും എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. അങ്ങനെ വന്നാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതും ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാ കണ്ണുകളും ശശി തരൂരിൽ എത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി ഒരക്ഷരം, കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല തരൂർ. തരൂറിസം എന്നത് കേരളത്തിലെ ഒരു വാക്കാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിക്കുന്നത് ശശി തരൂറിൻ്റെ തരൂറിസം കൊണ്ടാണ്, തരൂർ മാജിക്ക് കൊണ്ടാണ്. അമേരിക്ക പോലും അംഗീകരിക്കുന്ന നയതന്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും ഒക്കെയാണ് ശശി തരൂർ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്ലാമർ മുഖമായിരുന്നു ശശി തരൂർ. ആ ശശി തരൂർ തെരഞ്ഞെടുപ്പിന് എത്തില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. തരൂറിനെ ക്ഷണിക്കാൻ KPCC തയ്യാറാകുന്നതുമില്ല. തരൂറിനോട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണം നടത്തണം എന്ന് പറയാൻ ഹൈക്കമാൻഡും താല്പര്യപ്പെടുന്നില്ല. ചുരുക്കത്തിൽ അകന്ന് നിൽക്കുകയാണ് തരൂർ. അകന്നു നിൽക്കുന്ന തരൂർ കോൺഗ്രസിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. തരൂറിൻ്റെ പോക്ക് എങ്ങോട്ട് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാകുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം നിലമ്പൂർ പിടിക്കാൻ, നിലമ്പൂരിൽ വിജയിക്കാൻ അന്തം വിട്ട് നടക്കുമ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന മട്ടിലാണ് തരൂറിൻ്റെ നിൽപ്പ്. തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭ MP ആണ്. കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവാണ്. കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളർ കൂടിയാണ് അദ്ദേഹം. ആ അദ്ദേഹമാണ് നിലമ്പൂർ അംഗത്തിന് ഇറങ്ങാതെ, പ്രചരണത്തിന് ഇറങ്ങാതെ മാറി നിൽക്കുന്നത്. ശശി തരൂറിന് ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാവുക എന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മോഹമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ സമ്മതിച്ചില്ല. KPCC അധ്യക്ഷനാകാനും അദ്ദേഹം ആഗ്രഹിച്ചു. അവിടെയും കേരളത്തിലെ കോൺഗ്രസ്സുകാർ തടയിട്ടു. ഈ സാഹചര്യത്തിൽ ശശി തരൂർ വെറും MP മാത്രമായി ഒതുങ്ങി. അതേസമയം BJPയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. കാരണം BJPയിൽ അദ്ദേഹത്തിന് ഒരു സ്പേസ് ഉണ്ട്. BJPയിൽ പോയാൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാകും ശശി തരൂർ. ഈ സൂചനകളൊക്കെ ശശി തരൂറിന് BJP നേതാക്കൾ നൽകി കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിൽ മോദിയെ വാനോളം പുകഴ്ത്തിയ ശശി തരൂർ കോൺഗ്രസ് നേതാക്കളുടെ കണ്ണിലെ കരടായി മാറി. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും തരൂറിനോട് താല്പര്യമില്ല. തരൂർ നിരന്തരം മോദി സ്തുതി നടത്തി കോൺഗ്രസിനെ ആപ്പിലാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തരൂറിനെ നിലമ്പൂരിലേക്ക് വിളിച്ചില്ല കോൺഗ്രസ്. തരൂറിനെ നിലമ്പൂരിലേക്ക് വിളിച്ചില്ല എന്ന് മാത്രമല്ല, തരൂരില്ലാതെയും തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് കാട്ടിക്കൊടുക്കുകയാണ് കോൺഗ്രസ്. തരൂരാകട്ടെ നിശബ്ദനുമാണ്. ഉപതെരഞ്ഞെടുപ്പൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പോക്ക്. ഒരുപാട് മോഹമുണ്ടായിരുന്നു ശശി തരൂറിന്. ആ മോഹങ്ങളെല്ലാം മോഹഭംഗങ്ങളായി മാറി. ഒന്നും നേടാൻ തരൂറിന് സാധിച്ചില്ല. ഒന്നും നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം കോൺഗ്രസിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മോദിയെ വിമർശിക്കുമ്പോൾ തരൂർ BJPക്കാരനെ പോലെ മോദിക്ക് വേണ്ടി സ്തുതിപാടി നടന്നു. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിന്നും തരൂർ അപ്രത്യക്ഷനാകുന്നതിൻ്റെ സൂചനയാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെ മത്സരിപ്പിക്കില്ല കോൺഗ്രസ്. അത് ഏറെക്കുറെ ഉറപ്പാണ്. അതേസമയം ശശി തരൂറും മോദിയും അമിത്ഷയും ഒക്കെ അഗാധമായ ബന്ധം പുലർത്തുന്നു എന്നതും കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. നിലമ്പൂർ അംഗത്തിന് ചുക്കാൻ പിടിക്കാൻ, അല്ലെങ്കിൽ നിലമ്പൂർ അംഗത്തിന് കൈപ്പത്തിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ശശി തരൂർ എത്തില്ല.